എന്ത് പറ്റി? ഷീല മാഡത്തിന് ആകെ ഒരു വൈക്ലഭ്യം. ഓ 2-3 മാസമായിട്ട് ഇൻഷുറൻസ് പരിപാടിയൊക്കെ വളരെ മോശമാ സാറേ. ഇപ്പൊ എല്ലാ മേഖലയിലും സാമ്പത്തിക മാന്ദ്യം ബാധിച്ചിരിക്കുവല്ലേ? അത് മാത്രമൊന്നുമല്ല, നിങ്ങൾ ആരും ഇപ്പൊ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇങ്ങനൊരു ഇൻഷുറൻസുകാരി ഈ സ്റ്റേഷനിലുണ്ടെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓരോരോ തിരക്കുകളല്ലേ ഷീലേ? ഓ ഭയങ്കര തിരക്ക്. ദേ ഇരിക്കുന്ന ഒരാള് 24 മണിക്കൂറും ഫേസ്ബുക്കിലാ. എന്നിട്ട് തിരക്കാണത്ര തിരക്ക്. തിരക്ക് പോലും തിരക്ക്. സർ സർ ഒരു ദിവസം നിന്റെ ഈ ഫേസ്ബുക്ക് കാരണം നിനക്ക് 8ന്റെ പണി കിട്ടും, ഓർത്തു വെച്ചോ. സോറി സാർ. ശരി സാർ. സർ സാറേ അത് പിന്നെ നിങ്ങൾ ഓരോരുത്തരായിട്ട് സംസാരിക്കേ, ചുമ്മാ എന്റെ തല ചൂടാക്കല്ലേ. രണ്ടും കണക്കാ സാറേ. നിങ്ങൾ കരയല്ലേ പെണ്ണുമ്പിള്ള? വെയിറ്റ് സാർ വന്നു. എന്താ കേസ്? ഇവർക്ക് ഡിവോഴ്സ് വേണമെന്നോ? ഉണ്ടോ? ഇരിപ്പുണ്ടോ? ഡിവോഴ്സ് ചോദിക്കുമ്പോ ഡിവോഴ്സ് തരാൻ. ഡിവോഴ്സ് എന്താ ഇവിടെ പുഴുങ്ങി വെച്ചേക്കുവാണോ? ഇങ്ങേരുടെ കൂടെ ഒരു തരത്തിലും ജീവിക്കാൻ വയ്യ സാറേ. എല്ലാ ദിവസവും കള്ളുകൂടി വഴക്കുവാ. ചുമ്മാതാ സാറേ, ഇവള് നുണച്ചിയാ. എപ്പോഴും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെയാ. തനിക്ക് സംസാരിക്കാൻ ഞാൻ അവസരം തരാം. കുട്ടി പറയൂ. എന്നിട്ട് ഇങ്ങനെ എപ്പോഴും സംശയമാ. ഞാൻ നാടകത്തിലും ഡാൻസിലും ഒക്കെ പങ്കെടുത്ത സാറേ ജീവിക്കുന്നത്. അപ്പൊ ഒരുപാട് പേര് ഫോൺ വിളിക്കും. അപ്പൊ തുടങ്ങും ഇയാൾക്ക് സംശയം. സാറേ അത് എടാ നിന്നോടാണ് മിണ്ടരുതെന്ന് പറഞ്ഞത്, മനസ്സിലായോ? ഇനി മിണ്ടില്ല. ഒറ്റയ്ക്ക് വെറുതെ കയറി നിൽക്കണോ? ഓരോ പേങ്ങന്മാർ എങ്ങനെ ഡിവോഴ്സ് ആവാതിരിക്കും? പറ സാറേ അതല്ല, കുട്ടി പറയൂ. ഇങ്ങനെ ഒരു പണിക്കും പോകാതെ ഫുൾ ടൈം കവിത എഴുതാം. ഞാൻ പണിയെടുക്കണം, തല്ലും കൊള്ളണം. ഇതുവരെയാണെ മക്കളും ഉണ്ടായിട്ടില്ല. ഇവള് പറഞ്ഞൊക്കെ സത്യമാണോടാ? സത്യമാ സാറേ, എന്റെ അറിവിൽ ഇതുവരെ മക്കളുണ്ടായിട്ടില്ല. അതല്ല, മുമ്പ് പറഞ്ഞൊക്കെ സത്യമാണോന്ന്? നുണയാ സാറേ. ഇവളാ കവിത എഴുതാൻ എനിക്ക് മനസ്സമാനം തരാത്ത. ഇന്നലെ തന്നെ ഞാൻ യൂറോപ്യൻ അഭയാർത്ഥികളെ പറ്റി ഒരു കവിത എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. യൂറോപ്പിലെ അഭയാർത്ഥി പ്രശ്നം വലിയ പ്രശ്നം. എന്നിട്ട് വീടും കൂടും നഷ്ടപ്പെട്ട് പലായനം ചെയ്തവരുടെ ആത്മനൊമ്പരങ്ങൾ ഞാൻ വരികളിലേക്ക് ആവാഹിച്ചു കൊണ്ടിരുന്നപ്പോ ഇവള് വന്ന് പറയുക ഞാൻ റേഷൻ കടയിൽ പോയി അരി മേടിക്കാൻ. സാറ് പറ സാറേ, ഞാൻ എങ്ങനെ സഹിക്കും? പിന്നെ വലിയ പാടാണ്. സാർ ഇങ്ങേരോട് ചോദിച്ചേ, അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ആരാന്നും അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോന്നും ഇങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടോന്ന്? ഉണ്ടോടോ? ഇല്ല സാർ. വീട്ടിൽ വരുന്ന ഭിക്ഷക്കാർക്ക് 5 രൂപ കൊടുക്കാത്ത ആളാ രാപ്പകല് കുത്തിയിരുന്ന് അഭയാർത്ഥികളെ കുറിച്ച് കവിത എഴുതുന്നത്. ബുദ്ധിജീവി തെണ്ടി. ശാലിനി നായർന്ന എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട്. അത് കണ്ട് ഒരുപാട് ആണുങ്ങൾ എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു. അതിന് ഞാൻ എന്ത് പഴിച്ച സാറേ? അതിനും ഇങ്ങനെ തല്ലി. 24 മണിക്കൂർ ഇവള് വാട്സാപ്പിലും ഫേസ്ബുക്കിലോ സാറേ. കുളിമുറിയിൽ വരെ ഇവള് മൊബൈലും കൊണ്ടാ പോകുന്നത്. എനിക്ക് മടുത്തു സാറേ. ഇങ്ങനെ പറയും പോലെ ഫേസ്ബുക്കും വാട്സാപ്പും ഒന്നും ഉപയോഗിക്കാതെ എനിക്ക് ജീവിക്കാൻ മേല. ഇങ്ങോട്ട് മാറിക്കടാ. എടോ, തനിക്കറിയാവോ ഈ കാലത്ത് അരി മേടിച്ചില്ലേലും ആൾക്കാർ റീചാർജ് ചെയ്യും. തനിക്കെന്താണ് കുഴപ്പം? അതിന്റെ പേരിൽ ഉള്ള വ്യാജനൊക്കെ അടിച്ചിട്ട് വന്ന് ഈ പെണ്ണിനെ തോണ്ടാൻ നിന്നാണ്ടല്ലോ, നിന്റെ എല്ലാം വലിച്ചു വരും. ഇല്ല സാർ, ഇനി ഞാനൊന്നും ചെയ്യില്ല. ഉറപ്പാണോ? ഉറപ്പാണ് സാർ. കുട്ടി ധൈര്യമായിട്ട് വയ്ക്കും. ഡൈവോഴ്സിനെ പറ്റി ഒന്നും ഇപ്പൊ ആലോചിക്കണ്ട. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ ഈ ഷീസ് സാർ നോക്കിക്കോളാം. കേട്ടല്ലോ? ഓക്കെ, വളരെ ഉപകാരം സാർ. ഓക്കെ സാർ. ശാലിനി നായർ ഇപ്പൊ തന്നെ റിക്വസ്റ്റ് അയച്ചേക്കാം. അല്ലെങ്കിൽ വേണ്ട.
ബിനോയി എന്നുള്ള ഡ്യൂപ്ലിക്കേറ്റ് അക്കൗണ്ടിലയക്കാം. കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനമായിട്ട് നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താം. അതായിരിക്കും സേഫ്. ബിനോയി 123@gmail.com. പാസ്വേഡ് കിളി പോയി. ശാലിനി നായർ 2 എണ്ണം ഉണ്ടല്ലോ. എന്നാ 2 കിടക്കട്ടെ റിക്വസ്റ്റ്. ഇത് ഞാൻ തകർക്കും. അയ്യോ, എന്റെ ഫോൺ എന്ത്? ഇതെല്ലാം പൂട്ടിക്കെട്ടി വെച്ചേക്കുവാണല്ലോ. എടി എന്റെ ഫോൺ എന്തിയാന്ന്? അയ്യോ എടി എന്റെ ഫോൺ എന്തിയാന്ന്? ഈ ഫോൺ ഞാൻ അവിടെ കൊണ്ടുവച്ച്. എടി കാളിയേ, എന്റെ ഫോൺ എവിടെയാടി? എന്റെ ഫോൺ കാണുന്നില്ലെന്ന്. അവിടൊക്കെ ഞാൻ നോക്കിയതാ. പിന്നെ എവിടെ കൊണ്ടാ വെച്ചേ? എടി അവിടെ ഞാൻ നോക്കിയതാന്ന്. അടുക്കള കൊണ്ടുവച്ചേക്കും. ഒന്ന് ബെല്ലടിച്ച എവിടെയും കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് അവസാനം പോകാൻ നേരത്തൊരു തപ്പും തുടങ്ങും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. ആരെ ഈ ആൾത്തറ അമ്മിണി? അത് പിന്നെ ആ സീരിയൽ നടിയല്ലേ? അവക്ക് നിങ്ങളുമായിട്ട് എന്താ കാര്യം എന്നാ ഞാൻ ചോദിച്ചേ. കാര്യമോ? എന്ത് കാര്യം? നിങ്ങളുടെ വാട്സാപ്പിൽ അവളുടെ മെസ്സേജ് കിടപ്പുണ്ടല്ലോ. അത് പിന്നെ ആ വെള്ള കമ്പനിയുടെ ഉദ്ഘാടനത്തിന് വന്നപ്പോ പരിചയപ്പെട്ടതിന്റെ പുറത്ത്. ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. 1,00,000 പെണ്ണുങ്ങളുണ്ട് നിങ്ങളുടെ വാട്സാപ്പിൽ. അതൊക്കെ കേസ് എന്തായി അറിയാൻ വേണ്ടി. കേസ് എന്തായെന്ന് ആണുങ്ങൾക്ക് ആർക്കും അറിയണ്ടായിരിക്കും. കൂടുതൽ അഭ്യാസം എടുക്കല്ലേ. ഞാൻ നോക്കുന്നുണ്ട് നിങ്ങളുടെ ചാറ്റിങ്ങും ചുറ്റിക്കളിയും ഒക്കെ. അതെ. എന്താ? ഒന്നുമില്ല. രണ്ടിലേതായിരിക്കും അവള്? ഒന്നും അങ്ങോട്ട് തീരുമാനിക്കാൻ പറ്റുന്നില്ല. ഒരാൾ എന്ത് ചോദിച്ചാലും ആ ഊന്നൊക്കെ പറയും. ഒരാളാണേ മിണ്ടുന്നുമില്ല. ഇനി ഇത് അവളല്ലേ? മട്ടുംഭാവം കണ്ടിട്ട് വളയുന്ന കേസ് തന്നെയാ, അതുറപ്പാ. പോകാൻ നേരത്തെ അമ്മാതിരി നോട്ടമാ നോക്കിയത്. എന്തായാലും കാര്യമായിട്ട് 2 ഓരോ മെസ്സേജ് അങ്ങ് അയക്കാം. 2 ഇന്നറിയാം. പ്രിയപ്പെട്ട ശാലു കുട്ടി വിത്ത് ലവ് ബിനോയ്. ഓക്കെ. വേറൊരു ടീം വന്നില്ലല്ലോ ചാറ്റില്. ശാലിനി. ഹായ് വിനോയ്. അപ്പൊ ഇവളാണ് ആ ശാലിനി നായർ. കൊടുക്കാം. ഹായ് ശാലുക്കുട്ടി. പകല് കിടന്ന് ഉറങ്ങണ ഉറക്കം കണ്ടില്ലേ? എന്താണ്? ഒരവധി കിട്ടിയ കിടന്നങ്ങ് ഉറങ്ങിക്കോണം. വീട്ടിലെ ഒരു പണി ചെയ്യരുത്. എന്താ? ആ പച്ചക്കറി തൈയൊക്കെ ഒന്ന് പോയി നട്ടേ. ചെല്ല്. അത് വൈകിട്ടാട്ടെ. പോരാ, ഇപ്പൊ തന്നെ നടണം. ആദ്യം ആ കൈക്കോട്ടെടുത്ത പറമ്പൊക്കെ ഒന്ന് കളച്ചേ. ഈ ശരീരമൊക്കെ ഒന്ന് ഇളകട്ടെ. അവധി എടുക്കാതെ സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങിയാ മതി. അടുത്ത പണി എന്താടി? അതെ, ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചതാ, മറന്നുപോയി. ഓർക്കുമ്പോ പറഞ്ഞാ മതി. അതല്ല, ഇവിടെ നിക്ക്. എന്തുവാന്ന്? അതെ, ഞാനേ ഈ കൂട്ടുകാരികളൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ വേണ്ടിട്ട് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയായിരുന്നു. വെറുതെ ഒരു തമാശക്ക്. പേര് ശാലിനി. പ്രൊഫൈൽ പിക്ചർ ബേബി ശാലിനിയുടെ. കൊറേ ഞരമ്പ് രോഗികള് ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ അയച്ചു. സ്വന്തം പേരിലല്ലാത്തോണ്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിലൊരുത്തൻ ഒരു ബിനോയ്. വ്യാജ അക്കൗണ്ടാണ്. അതും അവൻ തന്നെയാണ് പറഞ്ഞത്. കൂടുതൽ അടുത്ത് കഴിയുമ്പം ആളാരാന്ന് പറയാന്ന്. അതല്ല രസം. അവൻ അയച്ച മെസ്സേജ് വായിച്ചറിയാം അവൻ എന്നെ കറക്റ്റ് ആയിട്ട് അറിയാന്ന്. ദേ, ഞാൻ വായിക്കാവേ. പ്രിയപ്പെട്ട ശാലുക്കുട്ടി, കുട്ടിയുടെ ഭർത്താവ്
ഒരു വകയ്ക്കും കൊള്ളാത്ത കോഴനാണെന്ന് എനിക്കറിയാം. ആ ജീവിതത്തിൽ നിന്ന് ഒരു മോചനം ആഗ്രഹിക്കുന്നു എന്നും എനിക്കറിയാം. വിവാഹമോചനം നേടാതെ തന്നെ ജീവിതം ആസ്വദിക്കാനുള്ള ധാരാളം വഴികളുണ്ട്. അതിനാദ്യം കുട്ടി മനസ്സ് തുറക്കണം. ഇതെന്റെ വ്യാജ അക്കൗണ്ടാണ്. കുട്ടി മനസ്സ് തുറന്ന ഞാൻ ആരാണെന്ന് പറയാം. ഞാൻ ആരാണെന്നറിഞ്ഞാ കുട്ടി ഞെട്ടും. വിത്ത് ലവ് ബിനോയിന്ന്. ഈ ഞരമ്പ് രോഗിയെ പൊക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ പോങ്ങനാണെന്ന് കൃത്യമായിട്ടറിയുന്ന ഇവന്. എന്നാലും ആളെ കാണണ്ടേ? നമ്മുടെ ഈ ഏരിയയിലുള്ള 1-2 പേരെ എനിക്ക് സംശയമുണ്ട്. പറ്റൂലോ അല്ലേ? പറ്റും. അതോ ഇത് തെളിയിക്കാൻ ഞാനും കൈക്കൂലി തരണോ? ഷിജു സാറേ, ഷിജു സാറേ, താനെന്താ ഇവിടെ? ഞാനിവിടെ അല്ലേ എസ് ഐ. ഓ ശരിയാണല്ലോ. നീ പിന്നെ ഈ പെൺകുട്ടി ഉപദ്രവിച്ചല്ലേടാ? ഞാനൊരു തെറ്റും ചെയ്തില്ല സാർ. കവിത എഴുത്തും നിർത്തി. ഇപ്പൊ പണിക്കും പോകുന്നുണ്ട് സാർ. പിന്നെന്താ പ്രശ്നം? സാറേ ഇപ്പൊ പ്രശ്നം എവക്കാ. വേറെ ഏതോ ഒരു ബാങ്കിന്റെ കൂടെ ഇറങ്ങി പോണോന്ന്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട അടുത്തതാണത്രേ. ഇനിയിപ്പോ പിരിയാൻ വയ്യ പോലും. സമ്മതിച്ചില്ലെങ്കിൽ ആത്മഹത്യ എന്ന് ഇവള് പറയുന്നേ സാർ. ഒന്ന് പറ സാറേ, പോവല്ലേന്ന്. ഞങ്ങൾ ഒരുപാട് അടുത്ത് പോയി സാറേ. ബിനോയ് എന്നാ അദ്ദേഹത്തിന്റെ പേര്. ദുബായിലെ എഞ്ചിനീയറാ. ഇപ്പൊ നാട്ടിലുണ്ട്. എനിക്ക് അദ്ദേഹം മതി. അങ്ങനെ പറയല്ലേന്ന് പറ സാറേ. സാർ അറിഞ്ഞിടത്തോളം ഈ ബിനോയ് വലിയ ഫ്രോഡാണെന്നാണ് തോന്നുന്നത്. അത് തനിക്ക് എങ്ങനെ അറിയാം? ഇയാൾ ഒരുപാട് സ്ത്രീകൾക്ക് വ്യാജ ഐഡിയിൽ നിന്ന് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് സാറേ. നമ്മുടെ കാളി മാഡത്തിനും അയച്ചിട്ടുണ്ട്. സാറിന്റെ വൈഫ്. മാഡം ഇവിടെ വിളിച്ച് പറഞ്ഞായിരുന്നു സാറേ. നിന്റെ ഫോട്ടോസ് എല്ലാം അവൻ അയച്ചു കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ഒരുപാട് വീഡിയോ ചാറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അല്ല, എന്നിട്ട് അയാളുടെ മുഖം കണ്ടില്ലേ? ഇല്ല, മുഖം എന്നെ കാണിക്കാന്ന് പറഞ്ഞു. കറുത്ത് തടിച്ച് കുടവേറുള്ള ആളാ. ഓ, വയറിന് താഴെ ഒരു മറുവുണ്ട്. വൃത്തികെട്ടവൻ. എന്താ സാറേ ഇപ്പൊ ചെയ്യാ? തൽക്കാലം നിങ്ങൾ ചെല്ല്, നമുക്ക് അന്വേഷിക്കാം. ഇപ്പൊ മനസ്സിലായോ? ഫേസ്ബുക്കിലും വാട്സാപ്പിലും കയറി പ്രണയിക്കാൻ പോയാ ഇങ്ങനെ ഇരിക്കും. വാ പോവാ, വാ പോവാ. ചെല്ലേ സാറേ, എന്റെ പുറത്ത് പറയാൻ കൊള്ളാത്ത കുറെ ഫോട്ടോയും അയാളുടെ കയ്യിലുണ്ട്. ആ ചതിയനെ പിടിക്കുമ്പം സാർ അതോടൊന്ന് വാങ്ങിച്ചു തരണം. അതെ, ഞങ്ങൾ സൈബർ സെല്ലിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എവിടെ ആയിരുന്നാലും ആരായിരുന്നാലും അവനെ പൊക്കും കേട്ടോ. നീ വിളിച്ചോണ്ട് ചെല്ലടേ. പോ പോ. ആ കൊടവയറിന് എന്റെ കൈ കിട്ടിയാണല്ലോ ആടിക്കാം. അല്ലെങ്കിൽ സാറന്മാരിവിടെ ഉണ്ടല്ലോ. സാറിന്റെ വലിയ ജിമ്മിലും നല്ല മസിലായിരിക്കണം. അയ്യേ, ഇത് ചളുക്ക് മസിലല്ലേ, അഴുക്ക. സൈബർ സെല്ല് റിപ്പോർട്ടിങ് വന്നോട്ടെ. അവന്റെ നട്ടലൂര് ഞാനുണ്ടല്ലോ, ക്രിക്കറ്റ് ബാറ്റ് ആക്കും. ആരുടെ? ആ വേട്ടാവളിയെ ബിനോയുടെ. പോട്ടടോ, അത് വല്ല പിള്ളേരും അറിയാതെ ചെയ്തതായിരിക്കും. ഒന്നുമല്ല സാറേ, ഇത് അവൻ അറിഞ്ഞോണ്ട് മനഃപൂർവ്വം ചെയ്തതാ. അത് തനിക്ക് എങ്ങനെ അറിയാം? അല്ലെങ്കിൽ പിന്നെ അവൻ ഇത്ര കൃത്യമായിട്ട് സാറ് പോങ്ങനാണെന്നും ഒരു വകയ്ക്കും കൊള്ളാത്തവനാണെന്നും എങ്ങനെയാ പറഞ്ഞത്? ഇറങ്ങിപ്പോടും. എന്റെ ഭാര്യക്കല്ലേ അയച്ചത്, അല്ലാതെ തന്റെ ഭാര്യക്കല്ലല്ലോ. പിന്നെ അല്ല, കാളിമേടെ ഇവിടെ വിളിച്ചു പറയുമ്പോ നമ്മള് കാളിയാരോട്? തന്റെ അമ്മായിമ്മയോ അതോ കുഞ്ഞമ്മയോ? അല്ല. ആ എന്നാ പോ. ഒന്നുമില്ല. പോടോ. അതെ, എത്ര ദിവസമായി നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ട്? തിങ്കൾ ചൊവ്വ ബുധൻ. ഒരാഴ്ച. ആ ഒരാഴ്ച. അതെ, ഒരാഴ്ചയായി. എന്നിട്ട് നിങ്ങൾ എന്താ ഇതുവരെ ആളെ കണ്ടുപിടിക്കാത്തെ? എടി അത് പോട്ടെ, നിന്റെ സ്വന്തം പേരിലൊന്നും അല്ലല്ലോ, വ്യാജ അക്കൗണ്ടിലേക്കല്ലേ അയച്ചേക്കുന്നത്. നമുക്ക് ക്ഷമിച്ചേക്കാം. നിങ്ങൾ ഒരു വകയ്ക്കും കൊള്ളാത്തവനാണെന്ന് അയാൾ പറഞ്ഞില്ലേ? എടി അതിപ്പോ എന്നെ ഉദ്ദേശിച്ചാണെന്ന് എങ്ങനെ അറിയാം? വേറെ ആരെങ്കിലും ആയിക്കൂടെ? എനിക്ക് ഉറപ്പാ അത് നിങ്ങളെ ഉദ്ദേശിച്ച് തന്നെയാ. ആ എന്നാ ഞാൻ അങ്ങ് ക്ഷമിച്ചു. എനിക്കങ്ങനെ ക്ഷമിക്കാൻ പറ്റത്തില്ല. എന്നാ നീ പോയി പിടിയടി അവനെ. എടി എന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടല്ലേ നീ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞത് അവനെ പിടിക്കാൻ. എന്നിട്ടിപ്പോ എന്തായി? നിങ്ങളുടെ അല്ലേ കീഴുദ്യോഗസ്ഥന്മാര്, എന്നെ പറഞ്ഞാ മതി. അതും ഇപ്പൊ എനിക്കാണോ കുറ്റം? ആ SI ദിനേശനെങ്കിലും കുറച്ച് ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അതും ഇല്ല. പിന്നെ ഒരു SI ദിനേശൻ വന്നേക്കുന്നു. എന്തായാലും നിങ്ങളെക്കാളും ഭേദമാ. എന്നാ പിന്നെ നീ അവനെ പോയി കെട്ടടി. തോന്നിയാസം പറയുന്നോ? അയ്യോ,
കാളി മേഡം പട്ടിയെ കൊണ്ടുവന്നു പറയുന്ന കേട്ടു. കൊണ്ടുവന്നോ എന്തോ. ഷിജു സാറുള്ളപ്പോ ഇനി എന്തിനാ വേറെ പട്ടി? നല്ല ഒന്നാം തരം അൽസേഷൻ നായല്ലേ അത്. ചേട്ടാ ഇവിടെ എങ്ങും ആരും ഇല്ലേ? ബെല്ലടിക്കാം. 1 2 3 4 5. താനായിരുന്നോ ഇങ്ങനെയാണോ വീട്ടിൽ കയറി ഒന്ന് കോളിംഗ് ബെൽ അടിക്കണത്? സോറി മാഡം, ഞാൻ ആദ്യം ബെല്ലടിച്ചപ്പോ ആരും വന്നില്ല. അപ്പൊ രണ്ടാമത് ബെല്ലടിച്ചപ്പോ ആരും വരാത്തോണ്ട് മൂന്നാമത് ബെല്ലടിച്ചപ്പോ സോറി മാഡം. അതെങ്ങനെയാ? അങ്ങേരുടെ അല്ലേ കമ്പനി, ആ ബോധമല്ലേ കാണുള്ളൂ. എന്താ ഇപ്പൊ വന്നേ? അല്ല, ഷിജു സാറിന് തലയ്ക്ക് സുഖമില്ല. അല്ല, തലയ്ക്കെന്തോ പറ്റിയെന്ന് ദിനേശ സാർ പറഞ്ഞു. ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. അറിയാതെ അതും കുളിമുറിയിലൊന്ന് കാല് തെറ്റി വീണതാ. നെറ്റ് ശകലം പൊട്ടി, അത്രേ ഉള്ളൂ. അയ്യോ, ഒന്ന് കാണാൻ പറ്റുമോ? നിർബന്ധമാണോ? അല്ല, അത്ര നിർബന്ധമൊന്നുമില്ല. ഒന്ന് കണ്ടാ കൊള്ളായിരുന്നു. വാ. താങ്ക് യു മാഡം. ഇത് അറിയാതെ ഇതില് തൊട്ട. അങ്ങേരാണെങ്കിൽ അതും പറഞ്ഞ് മുറി അടച്ചിട്ടിരിപ്പാ. ഡ്യൂട്ടിക്ക് പോലും പോകാതെ മടിയൻ. അതെ. എന്താ അല്ല, വെറുതെ വരാതെ. വാ. ഇതിന് പെറ്റതാണോ മുട്ടയിട്ടതാണോ? എന്നെ കാണാൻ ചാന്ദിനിക്കുട്ടിക്ക് എന്താണ് ഇത്ര ധൃതി? ബിനോയിയെ എനിക്ക് കണ്ടേ പറ്റൂ. നമുക്ക് വീഡിയോ ചാറ്റ് ചെയ്താലോ? നിങ്ങൾ എന്തിനാ ഈ ഡോർ ഊറ്റിയിടുന്നേ? എടി, ഭയങ്കര തലവേദന. തലവേദന മാറും കൂടെ. ഈ സാധനത്തിന്റെ കൂടെ ജീവിക്കുന്ന സാറിനെ സമ്മതിക്കണം. ഈ കണ്ടകശനി കൊണ്ടേ പോത്തുള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടല്ല ഉള്ളൂ. അതായത് എന്നെ കൊണ്ടേ പോത്തുള്ളൂ. ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് സാർ ഇന്ന് ലീവാണെന്ന്. സാറിനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. എന്തു പറ്റി സാറേ? അടുക്കളയിലെ ഷെൽഫേലൊന്നും മുട്ടി. എന്നിട്ട് കാളിമേടം പറഞ്ഞത് സാറ് കുളിമുറിയിൽ തെന്നി വീണെന്നാണല്ലോ. കുളിമുറിയിൽ വീണിട്ടാണല്ലോ, ഷെൽഫേൽ മുട്ടിയിട്ടാണല്ലോ ഞാൻ കുളിമുറിയിൽ വീണത്. സത്യം പറ സാറേ, എന്താ പറ്റിയത്? തലയിലൊരു ഉൽക്ക വന്ന് വീണു. ആകാശത്തൊന്നും മതിയോ? ആ ഉലക്കയുടെ മറ്റേ അറ്റത്ത് കാളിമേടത്തിന്റെ കറുത്ത കരങ്ങളും ഉണ്ടായിരുന്നല്ലേ സാറേ? എടോ, ഒലക്കയല്ല, ഉൽക്ക. തനിക്കിപ്പോ എന്താ വേണ്ടേ? ഉൽക്ക? അല്ല, ഞാൻ വെറുതെ സാറിനൊന്ന് കാണാൻ വന്നേല്ലേ. കണ്ടില്ലേ? കണ്ടു. എന്നപ്പോ? എടോ, ആ കാളിയുടെ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചതിന്റെ കേസ് എന്തായി? അല്ല, അത് സാർ എന്റെ അടുത്താണോ ചോദിക്കുന്നേ? സാറല്ലേ അന്വേഷിക്കുന്നേ? സാറിന്റെ ഭാര്യയല്ലേ? എടോ, ആ ദിനേശൻ വല്ല നടപടി എടുത്തോന്നാ ചോദിച്ചത്. ഇവളവനെ വിളിച്ച് പറഞ്ഞതല്ലേ? എനിക്ക് അറിഞ്ഞോളൂ സാറേ. തനിക്ക് പിന്നെ എന്നാ മാങ്ങ അറിയാം? അത് ശരി. സാറല്ലേ പറഞ്ഞത് സാറിന്റെ ഭാര്യയ്ക്ക് മെസ്സേജ് അയച്ചത് സാറ് സഹിച്ചു എന്ന്. എന്നോട് ഇടപെടണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ താനങ്ങ് മല മറിച്ചേനെ. ചേട്ടാ, ഇതെന്തൊരു പാട്. എന്തെങ്കിലും ചെയ്താലും കുറ്റം, ചെയ്തില്ലെങ്കിലും കുറ്റം. ഇതാണ് ഞാനിവിടെ വരാത്തത്. ആ ദിനേശൻ വല്ല കുഴപ്പം വല്ല ഉണ്ടാക്കുവോ സാറേ? ഉണ്ടാക്കാൻ ഇങ്ങോട്ടേക്ക്. സനൂപേ, സത്യം പറ. സത്യം സാറേ ഞാൻ പറയുന്നത്. അപ്പൊ 24 മണിക്കൂർ ഫേസ്ബുക്കിൽ കയറിയിട്ട് ഇതാണല്ലേ പരിപാടി? ഇതിന്റെ കൂടെയൊക്കെ എങ്ങനെ വർക്ക് ചെയ്യണ്ടേ ഈശ്വരാ? ഷീലേ, താൻ ഇത്രയും വൃത്തികെട്ടവനായി പോലെടാ. സാറേ, സൈബർ സെല്ലിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. മൊബൈലിൽ നിന്നല്ലാതെ നമ്മുടെ ഇവിടുത്തെ കമ്പ്യൂട്ടറിൽ നിന്നും ആ പെൺകുട്ടിക്ക് മെസ്സേജ് പോയിട്ടുണ്ട്. അതും സാറിന്റെ കമ്പ്യൂട്ടറിൽ നിന്ന്. സാറില്ലാത്തപ്പോ ഞാൻ ഓഫീസിൽ കയറാറ് പോലും ഇല്ല സാർ. പോട്ടെ, സാരമില്ല. അറിവില്ലാതെ ചെയ്തു പോയതല്ലേ. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഞാനല്ല സാറേ. എടോ, ഇയാളാണെങ്കിൽ പോലും ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ആ വിഷയം ഇതോടെ തീർന്നു. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്കൊരു അപകടം ഉണ്ടായാൽ ഈ കേസ് നമ്മൾ ഒതുക്കുന്നു. ഓക്കെ സാറേ, അത് ഇനി സംസാരമില്ല. ക്ഷമിച്ചിരിക്കുന്നു, ക്ഷമിച്ചിരിക്കുന്നു, ക്ഷമിച്ചിരിക്കുന്നു. ഓക്കെ, ക്ഷമിച്ചിരിക്കുന്നു. കർത്താവേ, രക്ഷപ്പെട്ടു. എന്താട്? അല്ല, മറ്റേ വേദന പിടിച്ചോന്നറിയാൻ കാളിമേടം വിളിച്ചിരുന്നു. സാറിന് വിശ്വാസമില്ലാത്തോണ്ടേ. നമ്മുടെ പോലീസുകാരാണെന്ന് അവളോട് പറയണ്ട. വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞാൽ മതി. അതാ നല്ലത്. ഇല്ലെങ്കിൽ കുടുംബം കലങ്ങും. എന്തോ സാറേ, ആ FB അക്കൗണ്ട് ഉണ്ടാക്കിയ മെയിൽ ഐഡി വെച്ച് സൈബർ സെൽ ആളെ കണ്ടുപിടിച്ചു. സനൂപല്ല, പിന്നെ ഷിജു ഡാനിയൽ. ദിനേശ, എന്റെ കുടുംബം കലക്കരുത്.